നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നെന്താ ആബ്സെന്റ് കുറെ പേര് വന്നിട്ടുണ്ടല്ലോ. റേഞ്ച് പ്രോബ്ലം ആണോ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടീഷൻസ് ആണ് പഠിച്ചത്. നമുക്ക് ടെസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഹെഡിങ് കൊടുക്കാം ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ്. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഇൻ ദാറ്റ് അടുത്ത സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കാം മെറ്റീരിയൽസ് റിക്വയർഡ്. അതായത് പ്രോട്ടീൻ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ട് വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. മെറ്റീരിയൽസ് റിക്വയർഡ് എന്ന് ഹെഡിങ് എടുക്കുക, സബ് ഹെഡിങ് എടുക്കുക. ഓക്കെ, പോയിന്റ് വൈസ് എഴുതിക്കുക. ഫസ്റ്റ് പോയിന്റ് സ്റ്റിറർ. സെക്കൻഡ് വൺ ഡ്രോപ്പർ. തേർഡ് വൺ വാട്ടർ ബാത്ത്. Fourth one distilled water. Next Bunsen burner. Next test tube holder. Next one clean and dried test tubes. Last one food sample. Okay, food sample നമുക്ക് അനുയോജ്യമായ സാമ്പിൾസ് യൂസ് ചെയ്യാം. മീൻസ് മിൽക്ക്, ജസ്റ്റ് വേണം എക്സാമ്പിൾസ് ആയിട്ട് എഴുതി വെച്ചാൽ ഫുഡ് സാമ്പിൾ എന്ന് കൊടുക്കാം. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് മിൽക്ക് കൊടുക്കാം. ദെൻ കെമിക്കൽസ് റിക്വയർഡ്. അടുത്ത സബ് ഹെഡിങ് കെമിക്കൽസ് റിക്വയർഡ്. ഒന്നുകൂടി പറയാം. മെറ്റീരിയൽസ് റിക്വയർഡ്. ഫസ്റ്റ് വൺ സ്റ്റിറർ. സെക്കൻഡ് വൺ ഡ്രോപ്പർ. തേർഡ് വൺ വാട്ടർ ബാത്ത്. നെക്സ്റ്റ് വൺ ഡിസ്റ്റിൽഡ് വാട്ടർ. നെക്സ്റ്റ് വൺ ബൺസൺ ബർണർ. Next one test tube holder. Next one clean and dried test tubes. Next one food sample. Next subheading chemical required. Okay, in that first point nitric acid. Second one sulfuric acid. Third one sodium nitrite. Next one mercuric sulfate. Next one pyridine solution. Next one ninhydrin reagent. Next one sodium hydroxide. Next one copper sulfate solution. Last one biuret reagent solution or solution of copper sulfate and caustic soda. Biuret reagent solution or solution of copper sulfate and caustic soda. എന്നിട്ട് പറയാം chemicals required nitric acid, sulfuric acid, sodium nitrite, mercuric sulfate, pyridine solution, ninhydrin reagent, sodium hydroxide, copper sulfate solution. Last one biuret reagent solution or solution of copper sulfate and caustic soda. ഇത്രയും ക്ലിയർ ആയോ? എല്ലാ ടെസ്റ്റിനും വേണ്ട മെറ്റീരിയൽസും കെമിക്കൽസും ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. Is it clear? Biuret reagent solution. Or solution of copper sulfate and caustic soda. Clear ആയോ? ഷെമീന? Material. Okay. Stirrer, dropper, water bath, distilled water, Bunsen burner, test tube holder, clean and dried test tubes, food sample. നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ജസ്റ്റ് മിൽക്ക് എന്ന് ചേർക്കാം.
Is it clear? Okay, ഇനി ഓരോ ടെസ്റ്റുകളാണ് പറയുന്നത്. ഇത്രയാണ് ഈ പ്രോട്ടീന്റെ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ഒന്ന് നമ്പർ കൊടുക്കാം. ബൈയൂററ്റ് ടെസ്റ്റ്. ബൈയൂററ്റ് ടെസ്റ്റ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ട് പ്രൊസീജിയറിന് സബ് ഹെഡിങ് കൊടുക്കുക. പ്രൊസീജിയറിന് സബ് ഹെഡിങ് കൊടുക്കുക. കെമിക്കൽസും മെറ്റീരിയൽസും ഒക്കെ ഓൾറെഡി മുകളിൽ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പ്രൊസീജിയറിന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഇൻ ദാറ്റ് പോയിന്റ് വൈസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടേക്ക് എ ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ടെസ്റ്റ് ട്യൂബ്. അതായത് ക്ലീൻ ആയിട്ട് അതുപോലെ തന്നെ ഉണങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. Take a cleaned and dried test tube. Then second point, add the food sample into the test tube. Add the food sample into the test tube. അതായത് ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫുഡ് സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യുക. Then third point, add 2 ml of sodium hydroxide and 5 to 6 drops of copper sulfur solution to it. അതായത് അതിനുശേഷം ടെസ്റ്റ് ട്യൂബിലോട്ട് 2 ml ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ 5 to 6 drops ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്യുന്നു. എന്നോട് പറയാം, ആഡ് 2 ml ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് 5 to 6 drops ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ടു ഇറ്റ്. അതായത് ഈ ടെസ്റ്റ് ട്യൂബിൽ ഫുഡ് സാമ്പിൾ എടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ 2 ml ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുന്നു. അതിനുശേഷം അതിലോട്ട് 5 to 6 ഡ്രോപ്സ് ഓഫ് സൾഫേറ്റ് സൊല്യൂഷനും, അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്യും. ഒരു 5 to 6 ഡ്രോപ്സ് ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്യും. Then next point, shake the test tube gently to mix the ingredients thoroughly and allow the mixture to stand for 4 to 5 minutes. അതിനുശേഷം നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. അതായത് അതായത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആവുന്നത് വരെ നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം allow the mixture to stand for 4 to 5 minutes. അങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഒരു 4 to 5 മിനിറ്റ് നേരത്തോട്ട് നമ്മൾ അതിനെ അലോ ചെയ്യും. മീൻസ് അതിനെ സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, ആ മിക്സറിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. Shake the test tube gently to mix the ingredients thoroughly and allow the mixture to stand for 4 to 5 minutes. അതായത് നന്നായിട്ട് ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന നന്നായിട്ട് കുലുക്കും. അതിനുശേഷം മിക്സ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് എന്താ പറയാ ഷെയ്ക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 4 to 5 മിനിറ്റ് നേരത്തോട്ട് അതിനെ വെക്കും. The last point, observe the change. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാണ്. ഒന്നുകൂടി പറയാം. പ്രൊസീജിയർ, ഫസ്റ്റ് പോയിന്റ്, ടേക്ക് എ ക്ലീൻ ആൻഡ് ഡ്രൈഡ് ടെസ്റ്റ് ട്യൂബ്. Then second point, add the food sample into the test tube. Then third point, add 2 ml of sodium hydroxide and 5 to 6 drops of copper sulfate solution to it. Then next point, shake the test tube gently to mix the ingredients thoroughly and allow the mixture to stand for 4 to 5 minutes. Last point, observe the change. അത്രയും ക്ലിയർ ആയോ? Is it clear? Okay. Next, result എന്ന് കൊടുക്കാം. സബ് ഹെഡിങ് റിസൾട്ട് എന്ന് കൊടുക്കാം. The appearance of bluish violet color confirms the presence of proteins. The appearance of bluish violet color confirms the presence of protein. അതായത് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ബ്ലൂയിഷ് വയലറ്റ് കളർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻസിന്റെ പ്രസൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. The appearance of bluish violet color confirms the presence of proteins. Is it clear? Okay. Then രണ്ടാമത്തെ ടെസ്റ്റ്, second one, Xanthoprotic test. ഹെഡിങ് കൊടുക്കാം. Xanthoprotic test. Xanthoprotic test. Subheading, procedure. In that, first point,
ടേക്ക് എ ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ടെസ്റ്റ് ട്യൂബ്, അതായത് ക്ലീൻ ആയിട്ടുള്ള അതുപോലെ തന്നെ ഉണങ്ങിയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ്, ആഡ് ദ ഫുഡ് സാമ്പിൾ ഓഫ് യുവർ ചോയ്സ് ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ്. ആഡ് ദ ഫുഡ് സാമ്പിൾ ഓഫ് യുവർ ചോയ്സ് ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ്. അതായത് ടെസ്റ്റ് ട്യൂബിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫുഡ് സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ദ ഫുഡ് സാമ്പിൾ ഓഫ് യുവർ ചോയ്സ് ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിലോട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫുഡ് സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യുന്നു. Then next point, add a few drops of concentrated sulfuric acid and shake the test tube. അതിനുശേഷം ഒരു കുറഞ്ഞ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ കുറച്ച് തുള്ളികൾ നമ്മൾ ഒഴിക്കുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ട്യൂബിനെ നന്നായിട്ട് കുലുക്കുന്നു, ഷെയ്ക്ക് ചെയ്യുന്നു. Add a few drops of concentrated sulfuric acid and shake the test tube. Then next point, heat the test tube gently on a Bunsen burner. അതിനുശേഷം നമ്മൾ ബൺസൺ ബർണർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിനെ പയ്യെ ഒന്ന് ഹീറ്റ് ചെയ്യുന്നു. ഈ ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ ബൺസൺ ബർണർ എന്ന് പറഞ്ഞ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് പയ്യെ ഒന്ന് ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു. Heat the test tube gently on Bunsen burner. The last point, observe the change. അതിനുശേഷം ചേഞ്ച് നമ്മൾ നിരീക്ഷിക്കുകയാണ്. Then result, the appearance of yellow color confirms the presence of protein. അതായത് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് യെല്ലോ കളർ കാണാം, മഞ്ഞ കളർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻസിന്റെ പ്രസൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. The appearance of yellow color confirms the presence of protein. അതായത് ടെസ്റ്റ് ട്യൂബിൽ യെല്ലോ കളർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീന്റെ പ്രസൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് സാന്തോപ്രോട്ടിക് ടെസ്റ്റ്. സാന്തോപ്രോട്ടിക് ടെസ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, മൂന്നാമത്തെ ടെസ്റ്റ്, മില്യൺസ് ടെസ്റ്റ്. മില്യൺസ് ടെസ്റ്റ്. മില്യൺസ് ടെസ്റ്റിന്റെ പ്രൊസീജിയർ ആണ് പറയാൻ പോകുന്നത്. സബ് ഹെഡിങ് പ്രൊസീജിയർ എന്ന് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ്, ടേക്ക് എ ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ടെസ്റ്റ് ട്യൂബ്. അതായത് എല്ലാത്തിലും പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള അതുപോലെ തന്നെ ഉണങ്ങിയതായ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ്, ആഡ് ദ ഫുഡ് സാമ്പിൾ ഓഫ് യുവർ ചോയ്സ് ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ്. സെയിം തന്നെ ടെസ്റ്റ് ട്യൂബിലോട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫുഡ് സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ആഡ് 2 to 3 drops of Millions reagent and shake well. Add 2 to 3 drops of Millions reagent and shake well. അതിനുശേഷം ഈ ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ 2 to 3 drops of Millions reagent ആഡ് ചെയ്യും. അതിനുശേഷം നന്നായിട്ട് ഷെയ്ക്ക്, നന്നായിട്ട് കുലുക്കും. Add 2 to 3 drops of Millions reagent and shake well. The last point, observe the change. അതിനുശേഷം ചേഞ്ച് എന്താന്ന് ഒബ്സർവ് ചെയ്യുക. Result, the appearance of brick red color confirms the presence of protein. The appearance of brick red color confirms the presence of proteins. ഒരു brick red color നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻസിന്റെ പ്രസൻസ് ആണ്. The appearance of brick red color confirms the presence of protein. ടെസ്റ്റ് ട്യൂബിൽ ഒരു brick red color നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻസിന്റെ പ്രസൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് മില്യൺസ് ടെസ്റ്റ്. Is it clear? Okay. Next, fourth one. നാലാമത്തെ ടെസ്റ്റ്, നിൻഹൈഡ്രിൻ ടെസ്റ്റ്. നിൻഹൈഡ്രിൻ ടെസ്റ്റ്. നിൻഹൈഡ്രിൻ ടെസ്റ്റിന്റെ പ്രൊസീജിയർ. ഫസ്റ്റ് പോയിന്റ്, ടേക്ക് എ ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ടെസ്റ്റ് ട്യൂബ്. സെയിം തന്നെ ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ്, ആഡ് ദ ഫുഡ് സാമ്പിൾ ഓഫ് യുവർ ചോയ്സ് ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ്. സെയിം തന്നെ, അതായത് ടെസ്റ്റ് ട്യൂബിലോട്ട് നമുക്ക് അനുയോജ്യമായ ഫുഡ് സാമ്പിൾ എടുക്കുന്നു. Then third point, add 1 to 2 ml of ninhydrin solution to it and shake the test tube. അതിനുശേഷം 1 to 2 ml of ninhydrin solution നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്യും. അതിനുശേഷം നന്നായിട്ട് ടെസ്റ്റ് ട്യൂബിനെ നന്നായിട്ട് ഷേക്ക് ചെയ്യും, നന്നായിട്ട് കുലുക്കും. Add 1 to 2 ml of ninhydrin solution to it and shake the test tube. Then next point, boil the mixture and
ഒബ്സർവ് ദി ചേഞ്ച്. അതിനുശേഷം നമ്മൾ ഈ മിശ്രിതത്തെ മീൻസ് ഈ ടെസ്റ്റ് ട്യൂബിലെ മിശ്രിതത്തെ നമ്മൾ ചൂടാക്കുന്നു, ബോയിൽ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുന്നു. ബോയിൽ ദ മിക്സ്ചർ ആൻഡ് ഒബ്സർവ് ദി ചേഞ്ച്. നമ്മൾ ഈ മിക്സ്ചറിനെ ബോയിൽ ചെയ്യാൻ മീൻസ് തിളപ്പിക്കാൻ വെക്കുന്നു, അതിനുശേഷം ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നു. Is it clear? Then result. The appearance of deep blue or purple color confirms the presence of protein. The appearance of deep blue or purple color confirms the presence of protein. അതായത് ഒരു ഡീപ് ബ്ലൂ കളറോ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറോ നമുക്ക് സൊല്യൂഷനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻസിന്റെ പ്രസൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. Is it clear? ഓക്കെ, ഇത്രയാണ് പ്രോട്ടീൻ ടെസ്റ്റ്. ഓക്കെ, അടുത്തൊരു ഹെഡിങ് കൊടുക്കുക. ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ചോദിക്കാം. അടുത്ത ഹെഡിങ് കൊടുക്കാം. മീൻസ് ചാപ്റ്റർ കവർ ആകാൻ പോവാണ്. ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുക്കാം. നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞായിരുന്നു, ജസ്റ്റ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഹെഡിങ് കൊടുക്കാം. നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഇൻ ദാറ്റ് non-essential amino acids can be synthesized by the body and may not be required in the diet. ഓൾറെഡി നിങ്ങളോട് ഞാൻ സെമി ഇസെൻഷ്യൽ അമിനോ ആസിഡ്സും അതുപോലെ തന്നെ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സും പറഞ്ഞായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ് ഈ നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ, സെമി ഇസെൻഷ്യൽ പഠിപ്പിച്ചതാണ്, ഇസെൻഷ്യലും പഠിപ്പിച്ചതാണ്. ഓക്കെ, നോൺ ഇസെൻഷ്യൽ എന്താണെന്ന് ഇവിടെ ജസ്റ്റ് പറയുന്നതാണ്. ഓക്കെ, നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി and may not be required in the diet. അതായത് നോൺ ഇസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് can be synthesized by the body. ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ബോഡിയിൽ പ്രൊഡ്യൂസ് ആകുന്ന അമിനോ ആസിഡ്സ് ആണിത്. ഇത് ഡയറ്റിന് ആവശ്യമില്ല. may not be required in the diet. ഇത് ഡയറ്റിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇത് ബോഡിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അതിന് എക്സാമ്പിൾസ് അലാനിൻ, അസ്പാരിക് ആസിഡ്, സെറിൻ, പ്രൊലിൻ. ഒന്നുകൂടി പറയാം. നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഇൻ ദാറ്റ് നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ ദി ബോഡി ആൻഡ് may not be required in the diet. എക്സാമ്പിൾ അലാനിൻ, ആസ്പാരിക് ആസിഡ്, സെറിൻ ആൻഡ് പ്രോലിൻ. അതായത് നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഇത് ഡയറ്റിന് ആവശ്യമില്ല, മീൻസ് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിന് എക്സാമ്പിൾസ് ആണ് അലാനിനും ആസ്പാരിക് ആസിഡും സെറിനും അതുപോലെ തന്നെ പ്രോലിനും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്തൊരു ഹെഡിങ് കൊടുക്കാം. പോളിപെപ്റ്റൈഡ്. ഓക്കെ, എന്താണ് പോളിപെപ്റ്റൈഡ് നോക്കാം. എ പോളിപെപ്റ്റൈഡ് കൺസിസ്റ്റ് ഓഫ് എ large number of amino acids joined together by peptide bonds. Okay, അതായത് പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ a polypeptide consists of a large number of amino acids. ഒരുപാട് നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് കൂടിച്ചേർന്ന്, അതായത് പെപ്റ്റൈഡ് ബോണ്ട് വഴി കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ഈ പോളിപെപ്റ്റൈഡ്. അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് കൂടിച്ചേരുന്നതിനെയാണ് പോളിപെപ്റ്റൈഡ് എന്ന് പറയാം. ഓക്കെ, അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന മീൻസ് ഒരുപാട് അമിനോ ആസിഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് ആണ്. ഓക്കെ, എന്നിട്ട് പറയാം. എ പോളിപെപ്റ്റൈഡ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് ജോയിൻഡ് ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട്. ഒരുപാട് നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് കൂടിച്ചേരുന്നതാണ് ഇതിനെ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യിപ്പിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട്സ് ആണ്. കണ്ടിന്യൂഷൻ. ഈച്ച് പോളിപെപ്റ്റൈഡ് ഹാസ് വൺ ഫ്രീ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് at one end. അതായത് ഓരോ പോളിപെപ്റ്റൈഡിലും എന്റെയും ഒരു ഫ്രീ ആയിട്ടുള്ള വൺ ഫ്രീ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അറ്റ് വൺ എൻഡ്, ഒരറ്റത്ത്. അതായത് ഓരോ പോളിപെപ്റ്റൈഡിന്റെയും ഒരറ്റത്ത് ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാകും. ഓക്കെ, വിച്ച് ഈസ് കോൾഡ് ദ സി ടെർമിനൽ. ഓക്കെ, അങ്ങനെയുള്ള കാർബോക്സിലിക് ഗ്രൂപ്പിനെ സി ടെർമിനൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈച്ച് പോളിപെപ്റ്റൈഡ് ഹാസ് വൺ ഫ്രീ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അറ്റ് വൺ എൻഡ്. ഇതിന്റെ കെമിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഓക്കെ,
Each polypeptide has one free carboxylic acid group at one end, which is called the C terminal, and a free amino group at the other end, that is called N terminal. അതായത് ഓരോ പോളിപെപ്റ്റൈഡിന്റെയും ഒരറ്റത്ത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാകും. അതിനെ C ടെർമിനൽ എന്നാണ് വിളിക്കുന്നത്. വേറൊരറ്റത്ത് മറ്റേ അറ്റത്ത് എന്തുണ്ടാകും? ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാകും. അതിനെ N ടെർമിനൽ എന്നാണ് വിളിക്കുന്നത്. C ടെർമിനൽ ആൻഡ് N ടെർമിനൽ. ക്യാപിറ്റൽ ലെറ്റർ C, ക്യാപിറ്റൽ ലെറ്റർ N. ഓക്കെ, C ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമിനോ ആസിഡിന്റെയും ഒരറ്റത്ത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും മറ്റേ അറ്റത്ത് എന്തായിരിക്കും ഉണ്ടാകുന്നത്? അമിനോ ഗ്രൂപ്പ് ആയിരിക്കും. ഈ കാർബോക്സിലിക് ഗ്രൂപ്പിനെ C ടെർമിനൽ എന്നും അമിനോ ഗ്രൂപ്പിനെ N ടെർമിനൽ എന്നുമാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയാം, each polypeptide has one free carboxylic acid group at one end, which is called the C terminal, and a free amino group at the other end, called N terminal. Is it clear? Okay, then adine example of polypeptide, insulin and growth hormone. Example ഇൻസുലിനും അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ ആണ് ഈ പോളിപെപ്റ്റൈഡിന് എക്സാമ്പിൾ. ഇൻസുലിൻ ആൻഡ് ഗ്രോത്ത് ഹോർമോൺ. ക്ലിയർ ആയോ? പോളിപെപ്റ്റൈഡ് ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ 4th ചാപ്റ്റർ. ഇനി ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. ആ ചാപ്റ്റർ നമ്മൾ അടുത്ത വീക്ക് കവർ ചെയ്യും. ദെൻ നിങ്ങളുടെ സെമിനാർ ആയിരിക്കും അത് കഴിഞ്ഞുള്ള വീക്ക് തൊട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. സോന, ബയോകെമിസ്ട്രി ഇന്ത്യ. എനിക്കത് ഞാൻ പറയാം, ഞാൻ വാട്സപ്പിൽ ചോദിക്കാം. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷിഹാന, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്? ബൺസൺ ബർണർ. ഓക്കെ, ബൺസൺ ബർണർ കേട്ടിട്ടില്ല? കെമിക്കൽസ് എന്തൊക്കെയാണ് വേണ്ടത്? ഓക്കെ, സോന ബയോറെറ്റ് ടെസ്റ്റ് പറ. ഓക്കെ, ഷെമീന സാമ്പിൾ ടെസ്റ്റ് പറ. ഓക്കെ, അലീന മൂന്നാമത്തെ ടെസ്റ്റ് പറ, മില്യൻസ് ടെസ്റ്റ്. ഓക്കെ, ഷിഹാന ലിൻഹെഡൻ ടെസ്റ്റ് പറ.
ഓക്കെ. ഷെമീന, നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറിൻ, ഓക്കെ. അലീന, പോളിപെപ്റ്റൈഡ് പറ. ഓക്കെ, ഗുഡ്. ഇത്രയാണ് നിങ്ങളുടെ 4th ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.